എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിലെ 5ാമത്തെ ബ്ലോക്ക് നമ്മൾ തുടങ്ങുകയാണ്. 5ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് സോഷ്യലിസം, ഡെമോക്രസി ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്ന ബ്ലോക്കാണ്. സോഷ്യലിസത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ യൂണിറ്റ് സോഷ്യലിസ്റ്റിക് സൊസൈറ്റീസ്, സോഷ്യലിസത്തിൻ്റെ വളർച്ചയാണ് നമുക്ക് ആദ്യത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ എന്താണ് സോഷ്യലിസം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോഷ്യലിസം ഈസ് ആൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ബേസ്ഡ് ഓൺ എ കളക്റ്റീവ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് അല്ലേ? ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരുന്നു. വ്യക്തികളെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ വ്യക്തി താല്പര്യമായ ഇൻസ്റ്റിറ്റ്യൂഷനെ കേന്ദ്രീകരിച്ചു കൊണ്ടോ പ്രവർത്തിക്കുന്നതാണ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞത്. അതേസമയം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള നിയമത്തിലൂടെ, പൊതുവായിട്ടുള്ള ഓണർഷിപ്പിലൂടെ സഞ്ചരിക്കുന്ന ഒന്നാണ്. സാമ്പത്തികവും രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ട്, ഉൽപാദനത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു കളക്റ്റീവായിട്ടുള്ള ഉത്തരവാദിത്തത്തിലൂടെ പ്രവർത്തിക്കുന്നതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻസ്, ടൂൾസ്, ഫാക്ടറീസ്, അങ്ങനെയുള്ളതിനൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എന്തിനേയും നമുക്ക് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് പറയാം. അങ്ങനെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പൊതു താല്പര്യാർത്ഥം പ്രവർത്തിക്കുന്നതിനെയാണ് നമുക്ക് സോഷ്യലിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് സോഷ്യലിസം? എന്തിനാണ് നമ്മുടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ? എന്തിനാണ് ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്തിനാ ശരിക്കും? മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണ് എന്തിൻ്റെ ലക്ഷ്യം? ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ്റെ ലക്ഷ്യം. അപ്പോൾ മനുഷ്യർക്ക് എല്ലാവർക്കും തുല്യമായിട്ട് ഇത്തരം ആവശ്യങ്ങൾ നിറവേറണം. അത് തന്നെയാണ് സോഷ്യലിസം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്. ചില പ്രത്യേക വ്യക്തികൾക്കോ പ്രത്യേക ഏജൻസികൾക്കോ മാത്രമല്ല എന്തെന്ന് ബാധകമായിരിക്കണം ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൽ അവകാശമുള്ളത്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശമാണ് സോഷ്യലിസം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ക്യാപിറ്റലിസം പോലെയല്ല. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണേഴ്സും പ്രൈവറ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെയാണ് പറയുന്നതെങ്കിൽ ഇത് സോഷ്യൽ ആയിട്ടുള്ള വിഭജനത്തെയാണ്, സോഷ്യൽ ഡിവിഷനെയാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഈ എന്താ പറയുക പ്രൊഡക്ഷനൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞ ഈക്വലി ഡിസ്ട്രിബ്യൂഷനാണ് സോഷ്യലിസത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ലേബേഴ്സ്, തൊഴിലാളികൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ മുതലാളിമാരാണ് ഓണേഴ്സ് എങ്കിൽ, മുതലാളിമാരെല്ലാം എടുത്തു വെക്കുകയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്കും കൂടിയാണ് അവകാശമുള്ളത്. അപ്പോൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്താൽ അതിൻ്റെ അവകാശികൾ ആരാണ്? അത് പ്രൊഡ്യൂസ് ചെയ്ത ലേബേഴ്സും കൂടിയാണ്, വർക്കിംഗ് ക്ലാസ് കൂടിയാണെന്നാണ് സോഷ്യലിസം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്ന ആശയം എന്തിനു വേണ്ടിയിട്ടാണ്? മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സൊസൈറ്റിയിൽ തുല്യത ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നീതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് വസ്തുക്കൾ തുല്യമായി വിഭജിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ് സോഷ്യലിസം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ വസ്തുക്കളുടെ തുല്യമായ വിഭജനവും വിതരണവുമാണ് സോഷ്യലിസം എന്ന് പറയുന്ന ആശയം. ഇനി സോഷ്യലിസം തന്നെ പല രീതിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്. അതിനെ ടെക്നോക്രാറ്റിക്, ഒളിഗാർക്കിക്, ടോട്ടലിറ്റേറിയൻ, ഡെമോക്രാറ്റിക്, വോളണ്ടറി റൂൾ, ഇങ്ങനെ പല രീതിയിൽ അറിയപ്പെടുന്നു. ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ വോളണ്ടറി റൂൾ, എന്തൊക്കെയാണ് ടെക്നോക്രാറ്റിക്, ഒളിഗാർക്കിക്, ടോട്ടലിറ്റേറിയൻ ആൻഡ് ഡെമോക്രാറ്റിക്, അങ്ങനെ പല രീതിയിലാണ് ഈ ഒരു സോഷ്യലിസം എന്ന് പറയുന്ന ആശയം നടപ്പിലാക്കുന്നതിനെ പറയുന്നത്. പ്രധാനമായിട്ടും ഇത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉൽപ്പാദിപ്പിക്കുക, അതെല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യുക, ആവശ്യത്തിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക, നോട്ട് സർപ്ലസ് പ്രൊഡക്ഷൻ. മറ്റതിൽ ക്യാപിറ്റലിസത്തിലൊക്കെ നമ്മൾ പറഞ്ഞ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. ക്യാപിറ്റലിസം പ്രൊഡക്ഷൻ ഫോർ നീഡ്, ആവശ്യത്തിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ഈക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, തുല്യതയോടുകൂടെ ഡിവൈഡ് ചെയ്യുക വെൽത്ത് ആൻഡ് റിസോഴ്സസ്. ആൻഡ് ഫ്രീ ആക്സസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, എല്ലാവർക്കും ഗുഡ്സും സർവീസസും എല്ലാം സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുകയും വേണം. അപ്പോൾ
ഒരു സാധനം ആവശ്യത്തിനനുസരിച്ച് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക, തുല്യമായി വിഭജിക്കുക, അത് എല്ലാവരിലേക്കും ഫ്രീ ആയിട്ട് എത്തുക, തുല്യമായിട്ട് എത്തുക. ഇതാണ് സോഷ്യലിസത്തിന്റെ ആശയമെന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഫോർ നീഡ്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സസ് ആൻഡ് ഫ്രീ ആക്സസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇതാണ് മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇതിന് കുറെ തിയറീസ് വരുന്നുണ്ട്. റോബർട്ട് ഓവൻ, ഹെൻറി ഡി സെയിന്റ് സൈമൺ, മാർക്സ്, ലെനിൻ തുടങ്ങിയവരൊക്കെ ഈ സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തിനെ കുറിച്ച് തിയറീസും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അതിൽ സോഷ്യലിസം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വരുമ്പോൾ അവർ ആദ്യം ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മെയിൻലി മുന്നോട്ട് വെച്ച ആശയം, മെയിൻലി പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, പൊതു സ്വത്തുക്കൾ കുമിഞ്ഞു കൂട്ടുന്ന രീതി അത് ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് ചില തിങ്കേഴ്സിനെ കുറിച്ച് 19ാം നൂറ്റാണ്ടിൽ സോഷ്യലിസത്തെ കുറിച്ച് പ്രചരിപ്പിച്ച കുറച്ച് തിങ്കേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെയാണ് ഹെൻറി ഡി സെയിന്റ് സൈമൺ. 1760 1825 കാലഘട്ടത്തിലുള്ള ഒരു തിങ്കർ ആയിരുന്നു. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര് ക്രിസ്ത്യൻ സോഷ്യലിസത്തിന്റെ ഫൗണ്ടർ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ക്രിസ്ത്യൻ സോഷ്യലിസത്തിന്റെ ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ തിയറി, അദ്ദേഹം കൂടെ ചേർന്നൊരു സംഘടനയാണ് അഗസ്റ്റിൻ തിയറി സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്. അഗസ്റ്റിൻ തിയറിയുടെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കൻ കോളനികളുടെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത്. മറ്റൊരു സ്കോളറാണ് ഫ്രാങ്കോയിസ് മേരി ചാൾസ് ഫോറിയർ. ഇദ്ദേഹം ഒരു 18-19 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് തിയറിസ്റ്റാണ്, ഫ്രഞ്ച് സോഷ്യൽ തിയറിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് തിയറി ഓഫ് ദി ഫോർ മൂവ്മെന്റ്സ്. ഇദ്ദേഹം സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. അദ്ദേഹത്തിന്റെ ഫിലോസഫീനെ അറിയപ്പെടുന്നതാണ് ഫോറിയറിസം, FOURIERISM, ഫോറിസം എന്നാണ് അദ്ദേഹത്തിന്റെ തിയറി അറിയപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു സ്കോളറാണ് പിയറെ ജോസഫ് പ്രൊദോൻ ആണ്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വാട്ട് ഈസ് പ്രോപ്പർട്ടി എന്നൊരു ആർട്ടിക്കിൾ പേപ്പറിലൂടെ പുറത്തിറക്കിക്കൊണ്ട് എന്താണ് പൊതുസ്വത്ത് എന്നൊക്കെയുള്ളതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള ആളാണ് പിയറെ ജോസഫ്. ഈസ് എ സോഷ്യൽ മൂവ്മെന്റിന്റെ ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു സിസ്റ്റം ഓഫ് എക്കണോമിക് കോൺട്രാഡിക്ഷൻസ്. ഈ ഒരു അനാർക്കിസത്തിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകം, ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അത്. നെക്സ്റ്റ് ഒരു വ്യക്തിയാണ് റോബർട്ട് ഓവൻ എന്ന് പറഞ്ഞാൽ ഉട്ടോപ്യൻ സോഷ്യലിസം എന്ന് പറയുന്ന ആശയം തുടങ്ങുന്നത്, ഫൗണ്ടർ ചെയ്യുന്നത് റോബർട്ട് ഓവൻ ആണ്. ഉട്ടോപ്യൻ സോഷ്യലിസം, അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത്. അദ്ദേഹം കൂടുതലായിട്ട് ലേബർ റിഫോം മൂവ്മെന്റ്സിന്, തൊഴിലാളികളുടെ റിഫോം മൂവ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 3 ആശയങ്ങൾ, ഫിലോസഫിക്കൽ ആശയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു മനുഷ്യൻ പെരുമാറുന്നത് അത് നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ആ പെരുമാറ്റം എന്ന് പറയുന്നത് അയാളുടെ പാരമ്പര്യത്തെയും ജീവിക്കുന്ന എൻവയോൺമെന്റിനെയും ജീവിക്കുന്ന അന്തരീക്ഷത്തെയും ആശ്രയിച്ചിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് റിലീജിയൻ എന്ന് പറയുന്നത് മനുഷ്യനെ, മതം എന്ന് പറയുന്നത് മനുഷ്യനെ കരുത്തില്ലാത്തവരും വീക്കറും അതേപോലെ ഒരു ഹിപ്പോക്രാറ്റുമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ്, അദ്ദേഹം ഫാക്ടറി സിസ്റ്റത്തിനെ ഫാക്ടറി സിസ്റ്റം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല, പകരം ഫാക്ടറി സിസ്റ്റത്തിലെ ന്യൂനതകൾ പരിഹരിക്കുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതാണ് റോബർട്ട് ഓവന്റെ തിയറിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു വ്യക്തിയാണ് ലൂയിസ് ബ്ലാങ്ക് എന്ന് പറയുന്നത് സ്പെയിനിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ്. സെക്കൻഡ് ഫ്രഞ്ച് റിപ്പബ്ലിക് അതിന്റെ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് എംപ്ലോയ്മെന്റ് എല്ലാവർക്കും എത്തിക്കുക, അങ്ങനത്തെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു രീതി നാഷണൽ വർക്ക്ഷോപ്സ് എന്ന് പറയുന്ന ഒരു വർക്ക് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കറാണ് കാൾ മാർക്സ്. ജർമ്മനാണ്, മാർക്സിസ്റ്റ് ഫിലോസഫിയുടെ പ്രധാനിയാണ്. മാർക്സിസം എന്ന് പറയുന്ന തിയറി കൊണ്ടുവരുന്നതൊക്കെ ഇദ്ദേഹമാണ്. അദ്ദേഹം ജോർജ് വില്യം ഫ്രെഡറിക് ഹെഗലിന്റെ തിയറീസ്, ഹെഗലിന്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന തിയറിയിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ തിയറീസ് ഒക്കെ ഫോം ചെയ്യുന്നത്. പിന്നെ
അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ഇദ്ദേഹമാണ് പ്രചരിപ്പിക്കുന്നത്. മറ്റൊരു പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകമാണ് മൂലധനത്തിനെ കുറിച്ച്, എക്കോണമിയെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന പുസ്തകം എന്ന് പറയുന്നത്. മൂലധനം എങ്ങനെയാണ് ഒരാളുടെ കയ്യിൽ കുമിഞ്ഞുകൂടുന്നതും അതെങ്ങനെയാണ് അൺഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്, അൺഈക്വൽ ആയിട്ട് അത് എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്, അതുണ്ടാകുന്ന സോഷ്യൽ സാഹചര്യങ്ങൾ. ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്ക് ഇറ്റ്സ് എ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ, ഈ 3 ഘടകങ്ങൾ പറയുന്നത് പ്രധാനമായിട്ട് അതൊരു എക്കണോമിക്കൽ ഇത് പറയുന്ന പുസ്തകമാണ്, സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞ ബുക്കാണ്. പക്ഷെ അത് അതേസമയം ആ രാജ്യത്തിന്റെ സാമ്പത്തികവും മാത്രമല്ല രാഷ്ട്രീയവും സാമൂഹികവുമായിട്ട് കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തിയറീസിന് 1 ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, 2 ക്ലാസ് സ്ട്രഗിൾ, ദെൻ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, അങ്ങനെ 3 തിയറീസാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് ഒരാളുടെ എക്കണോമിക് കണ്ടീഷൻ ദ ഡിറ്റർമൈൻസ് ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി, ഒരാളുടെ സാമ്പത്തിക രീതികൾ എങ്ങനെയായിരിക്കും എന്നാണ്, സാമ്പത്തിക രംഗം ചരിത്രപരമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ആശയം പറയുന്നത്. ക്ലാസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഹിസ്റ്ററിയും ഹിസ്റ്ററി ഓഫ് ക്ലാസ് ആണ്. ഒരു ക്ലാസ് ഉണ്ടായിരിക്കുമ്പോൾ ക്ലാസ്സുകൾ തമ്മിലുള്ള സ്ട്രഗിൾ ആണ് സൊസൈറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഉള്ളവനും ഇല്ലാത്തവനും, ഹാവ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമൂഹത്തിലെ തർക്കങ്ങളെയാണ് ഇദ്ദേഹം ക്ലാസ് സ്ട്രഗിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സർപ്ലസ് എന്നുള്ളതുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ലേബറിന് ഉണ്ടായിരിക്കേണ്ട വാല്യൂസും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം സർപ്ലസ് എന്ന് പറയുന്ന തിയറി ഓഫ് സർപ്ലസ് വാല്യൂവിൽ പറയുന്നത്. 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ വൈഡായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. ജസ്റ്റ് നമുക്ക് ഇതിൽ ഇത്രേ പറയാനുള്ളൂ. പക്ഷെ ഇത് ഒരു വലിയ ടോപ്പിക്കാണ് കാൾ മാർക്സിന്റെ തിയറീസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ്. അതിനെ എതിർത്തും വിമർശിച്ചും നിരന്തരം പഠനങ്ങൾ നടക്കുന്ന ഒരു പുസ്തകമാണ് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇന്നും നിരവധി പേർ റിസർച്ച് ചെയ്യുകയും അതിലെ ന്യൂനതകൾ കണ്ടുപിടിക്കുകയും അതിനെ റിജക്റ്റ് ചെയ്യുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് നിരവധി വർക്കുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് ദാസ് ക്യാപിറ്റലിസം മുൻനിർത്തിക്കൊണ്ട്. അപ്പോൾ അതായിരുന്നു കാൾ മാർക്സിന്റെ ഇത്. ഈ കാൾ മാർക്സിന്റെ ഈ ഒരു തിയറിയിലൂടെയാണ് മാർക്സിസം എന്ന് പറയുന്ന ആശയം വരുന്നത്. ഈ മാർക്സിസം എന്ന് പറയുന്ന സോഷ്യൽ മാർക്സിസം എന്ന് പറയുന്ന ആശയത്തിനെ മാർക്സിസ്റ്റ് സോഷ്യലിസം എന്ന് പറയുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ലെനിൻ, മാവോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പൊളിറ്റിക്കൽ തിങ്കേഴ്സും ഒരുപാട് സോഷ്യലിസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനി സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്സ് പറയുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ട്രേഡ് യൂണിയനുകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ട്രേഡ് യൂണിയനുകൾ സ്ഥാപിക്കുകയും അത് മുഖാന്തരം ഒരുപാട് മൂവ്മെന്റ്സ്, മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മൂവ്മെന്റ്സ് നടക്കുകയും ചെയ്തിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. യുദ്ധത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു സംഭവം എല്ലാം തുടങ്ങുന്നത്, സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് എല്ലാം തുടങ്ങുന്നത്. ഒരുപാട് സോഷ്യലിസ്റ്റ് അസോസിയേഷൻസ്, സോഷ്യലിസ്റ്റ് പാർട്ടികളെല്ലാം രൂപീകരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും സെക്കൻഡ് ഇന്റർനാഷണൽ 1889 സെക്കൻഡ് ഇന്റർനാഷണൽ ഫോം ചെയ്യുന്നത്. ഈ സെക്കൻഡ് ഇന്റർനാഷണൽ മുഖാന്തരം എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് മെയ് 1-ാം തീയതി ഒരു വർക്കിംഗ് ക്ലാസ് ഡേ ആയിട്ട്, ലോകാന്തര തൊഴിലാളി ദിനം, വർക്കിംഗ് ക്ലാസ് ഡേ, മെയ് 1 തൊഴിലാളി ദിനമാണല്ലോ, വേൾഡ് വൈഡ് ആയിട്ട് ലേബേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുന്ന ഈ സെക്കൻഡ് ഇന്റർനാഷണൽ എടുത്ത തീരുമാനമാണ്. ഇവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് പറയുന്നത് ജനങ്ങളുടെ തൊഴിലാളികളുടെ തൊഴിൽ സമയം 8 മണിക്കൂറാക്കി ചുരുക്കുക എന്നതാണ് ഇവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. റിഡക്ഷൻ ഓഫ് വർക്കിംഗ് ഹവേഴ്സ് ഇൻ 8 hours. അതായത് അന്നെന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു രീതി, ഫാക്ടറികൾ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വഴി തൊഴിലാളികളെ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ചൂഷണം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത്തരം എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന വ്യവസ്ഥ അവസാനിപ്പിച്ചുകൊണ്ട് തൊഴിൽ സമയം കൃത്യമാക്കുക, 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം എന്ന രീതിയിലേക്ക് വരിക എന്നതായിരുന്നു ഇവർ മുന്നോട്ട് വെച്ച ആശയം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് പല തിയറീസും ഇവർ കൊണ്ടുവരുന്നുണ്ട്, പല മൂവ്മെന്റ്സും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. കോൺസെപ്റ്റ് ഓഫ് സോഷ്യലിസം ലോകമെമ്പാടും എത്തിക്കുക എന്നതായിരുന്നു സെക്കൻഡ് ഇന്റർനാഷണലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്തതായിട്ട് സോഷ്യലിസം ഇൻ ജർമ്മനി എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് രാജ്യമാകുന്നത്? ഫെർഡിനാൻഡ് ലെസലെ എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് ഫിഗറിന്റെ രീതിയിലാണ് ജർമ്മൻ ലേബർ പാർട്ടി രൂപീകരിക്കുന്നത്. ആരാണ്? ഫെർഡിനാൻഡ് ലെസലെ. ജർമ്മൻ ലേബർ പാർട്ടി രൂപീകരിക്കുന്നു.
അതിന്റെ നേതൃത്വത്തിൽ 1848-49 കാലഘട്ടത്തിലൊക്കെ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു ആശയം പടർത്താൻ വേണ്ടിയിട്ടുള്ള റവല്യൂഷണറി ആയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള നീക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിനുശേഷം വന്ന മറ്റൊരു 2 വ്യക്തികളാണ് വില്യം ലിംകെട്ടും ദെൻ അഗസ്റ്റസ് ബെബലും ഒക്കെ. ഇവർ കാൾ മാർക്സിനെ ഫോളോ ചെയ്തുകൊണ്ട് മാർക്സിൻ ഐഡിയോളജി രീതിയിൽ സോഷ്യലിസം പടർത്താൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇവർ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിക്കുന്നു. അത് പിന്നീട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിട്ട് മാറുന്നു. അങ്ങനെയൊക്കെ മാറി വരുന്നുണ്ട്. 1920 ഈ സോഷ്യലിസം എന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റ്ലർ തുടങ്ങിയ പാർട്ടിയാണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി അഥവാ നാസീസ് എന്ന് പറയുന്ന സംഘടന. അതാണ് ജർമ്മനിയിലെ സോഷ്യലിസം എന്ന് പറയുന്നത്. ദെൻ റഷ്യൻ സോഷ്യലിസം, യുണൈറ്റഡ് റഷ്യയുടെ USSR, സോവിയറ്റ് സോഷ്യലിസ്റ്റ് റഷ്യയുടെ ഒരു ചരിത്രം നോക്കുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യം തന്നെയായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ബാൾട്ടിക് സ്റ്റേറ്റ്സ്, പോളണ്ട്, നോർത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യയിലെ പല സ്റ്റേറ്റുകളെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ രാജ്യമായിരുന്നു റഷ്യ എന്ന് പറയുന്നത്. റഷ്യയിൽ അന്നുണ്ടായിരുന്ന ഭരണകൂടം 1900-കളിൽ 1910 ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഭരണമാണ് സാർ ഭരണം എന്ന് പറയുന്നത്. സാർ ഭരണത്തിന്റെ കീഴിൽ റഷ്യൻ ജനത ഒരുപാട് ചൂഷണം അനുഭവിക്കുന്നുണ്ടായിരുന്നു. സാർ എന്ന് പറയുന്നത് ഒരു കഴിവുകെട്ട എംപയർ ഭരണമായിരുന്നു സാർ എംപയറിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സാർ എംപയറിനെ പുറത്താക്കുക എന്ന രീതിയിൽ ലേബേഴ്സ്, ഫാക്ടറി ജീവനക്കാർ, അങ്ങനെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. റഷ്യയിൽ ആ സമയത്ത് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഫാക്ടറി ജോലികൾ, ഇൻഡസ്ട്രീസിൽ നിന്നുണ്ടാകുന്ന പുകകൾ, അവർക്ക് കൃത്യമായിട്ടുള്ള സാനിറ്റേഷൻ സൗകര്യങ്ങളൊന്നുമില്ലാത്ത വേസ്റ്റ് ലീവിങ് കണ്ടീഷൻ, അതിനെതിരെയാണ് സാർ ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ലേബേഴ്സ് എല്ലാവരും കൂടെ ഒത്തൊരുമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ തൊഴിലാളികൾ സീക്രട്ട് ആയിട്ട് റഷ്യയിലെ റെവല്യൂഷണറി പാർട്ടികളിലൊക്കെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി റെവല്യൂഷണറി പാർട്ടി ആയിരുന്നു, അതിൽ അംഗങ്ങളാവുകയും അതിൽ പ്രവർത്തിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. 1898 ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി 2 ആയിട്ട് തിരിയുന്നുണ്ട്. ഒന്ന് മെൻഷെവിക്സും പിന്നെ ഒന്ന് ബോൾഷെവിക്സും. അങ്ങനെ 1903 അങ്ങനെ ഒരു സ്പ്ലിറ്റ് കാണാൻ പറ്റും ഈ ഒരു പാർട്ടിയിൽ. ബോൾഷെവിക്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി മെന്നിന്റെ ഗ്രൂപ്പാണ്, മെൻഷെവിക്സ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി മെന്നിന്റെ ഗ്രൂപ്പാണ്. രണ്ടും മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് സാർ ഭരണകൂടത്തിൽ നിന്നുള്ള റഷ്യയുടെ മോചനം തന്നെയാണ്. പക്ഷെ രണ്ടും എന്താ പറയാ, ചെയ്യുന്ന രീതികൾ, ആ ആശയം അവതരിപ്പിക്കുന്ന രീതി, രണ്ടും ലക്ഷ്യം ഒന്നാണ്. പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ബോൾഷെവിക്സിന്റെയും മെൻഷെവിക്സിന്റെയും ഡിഫറെന്റ് ആയിരുന്നു. അതിൽ ഒരുപാട് കാലത്തെ നീണ്ട പ്രയത്നങ്ങളും ഒക്കെ കാരണമായിട്ട് ബോൾഷെവിക്സ് അധികാരം കൈക്കലാക്കുകയും മെൻഷെവിക്സിനെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ബോൾഷെവിക്സിന്റെ നേതൃത്വത്തിലാണ് USSR സാർ ഭരണത്തിനെ പൂർണ്ണമായിട്ടും പുറത്താക്കുന്നത്. ഈ റഷ്യ ജപ്പാനീസ് വാറൊക്കെ വന്നു 1905 റഷ്യ ജപ്പാനീസ് വാറിൽ ജപ്പാൻ റഷ്യനെ കോളനിയാക്കുന്ന സ്ഥിതിയാണ്. ജപ്പാൻ ജയിക്കുകയും റഷ്യനെ അവരുടെ കീഴിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ഭരണ വ്യവസ്ഥിതിയാണ് നിലനിന്നിരുന്നത് റഷ്യയിൽ. 1917 ബോൾഷെവിക്സ് സാർ ഭരണകൂടത്തിനെതിരെ, സാർ അഡ്മിനിസ്ട്രേഷനെതിരെ യുദ്ധത്തിലേക്ക് കടന്നപ്പം റഷ്യൻ റവല്യൂഷന്റെ കൊല്ലമാണ് 1917. നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പക്ഷമാണ് 1917 എന്ന് പറയുന്നത്. ഈ റഷ്യൻ റവല്യൂഷനെ നമുക്ക് 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1917 മാർച്ചിൽ നടന്നതാണ്. സാറിന്റെ ഔദ്യോഗികമായിട്ടുള്ള കുറിപ്പുകളെല്ലാം പുറന്തള്ളുന്ന അവസ്ഥ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റിനെ കൊണ്ടുവരാൻ ലിവോവും അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റിനെ കൊണ്ടുവരുന്നതാണ് അടുത്തൊരു രീതി എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഗവൺമെന്റിന്, ഈ ഒരു ലിവോവിന്റെയും കെറൻസ്കിയുടെയും നേതൃത്വത്തിൽ വന്ന ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള പിന്തുണ കുറവായിരുന്നു. അപ്പർ ക്ലാസ്സും മിഡിൽ ക്ലാസിന്റെയും പിന്തുണ മാത്രമേ ഇവർക്ക് ലഭിച്ചിരുന്നായിരുന്നു. വർക്കിംഗ് ക്ലാസിന്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത്, തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബോൾഷെവിക് ലീഡേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഈ റവല്യൂഷന്റെ ഭാഗമായിട്ട് വരികയാണ്. ലെനിൻ, അതിനുശേഷം ടോസ്കി, സ്റ്റാലിൻ തുടങ്ങിയവരൊക്കെ നേരിട്ടിട്ട് ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ബോൾഷെവിക്സ് നേരിട്ട് യുദ്ധത്തിലേക്ക് വരികയാണ്. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, സാറിന്റെ ഔദ്യോഗികമായിട്ടുള്ളതൊക്കെ തള്ളിക്കളയല്, റിഗൈൻസ് ഒക്കെ തള്ളിക്കളയല്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ
ഒരു താൽക്കാലിക പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് വരുന്നത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ബോൾഷെവിക്സ് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു റെവല്യൂഷന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ മൂന്നാമത്തേതിൽ ബോൾഷെവിക്സിൽ ലെനിന് ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. ലെനിന് ഈ ഒരു വാർ കണ്ടീഷൻ പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതായിരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഇതിന്റെ മറ്റൊരു ഘട്ടം ഉണ്ടാകുമായിരുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഈ ഒരു ഭരണം ഈ ഒരു എന്താ പറയാ യുദ്ധാന്തരം അതിന്റെ കൊടുമുടിയിലെത്തുകയാണ്. ദെൻ ഫോർത്ത് ഫേസ്, നാലാമത്തെ ഫേസ് എന്ന് പറയുന്നത് ബോൾഷെവിക്സ് അധികാരം കൈക്കലാക്കുകയാണ്. പെട്രോഗാർഡ് പിടിച്ചെടുത്തുകൊണ്ട് ബോൾഷെവിക്സ് അധികാരം കൈക്കലാക്കുന്നതാണ് അതിന്റെ നാലാമത്തെ ഫൈനൽ ഫേസ് എന്ന് പറയുന്നത്. ബോൾഷെവിക്സിന്റെ വിജയം, ലെനിന്റെ വിജയമായിരുന്നു വരുന്നത്. അങ്ങനെ സെക്കൻഡ് ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ്സ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരികയുന്നു. അന്നത്തെ അവർ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് അവിടുത്തെ കൗൺസിൽ ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ഒരു കൗൺസിൽ രൂപീകരിക്കുകയും അതിനെ കമ്മീസാസ് എന്നാണ് ഭരിച്ചത്. COMMISSARS, കമ്മീസാസ് എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ബോഡി ഓഫ് സോവിയറ്റ്സ്, സോവിയറ്റിലെ ജനങ്ങളുടെ ഒരു സോവിയറ്റ് ബോഡി അവർ തുടങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോൾഷെവിക്സ് എല്ലാ അധികാരം പിടിച്ചെടുത്തുകൊണ്ട് റഷ്യയിലെ ഒരു പുതിയ ഭരണകൂടത്തിന് തുടക്കം കുറിക്കുകയാണ് അതിന്റെ എൻഡ് എന്ന് പറയുന്നത്. അതാണ് റഷ്യൻ റവല്യൂഷന്റെ ചെറിയ ഫോമാണ് പറഞ്ഞത്. റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഒരു വലിയ രാജ്യം നടത്തിയിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ആണ് റഷ്യൻ റവല്യൂഷൻ. അപ്പോൾ USSRന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് തേർഡ് ഇന്റർനാഷണൽ. ഈ ഒരു അന്തരീക്ഷം എല്ലാം കഴിഞ്ഞു. 1917 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1914 to 18 ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലഘട്ടമാണ് അല്ലെ. ഒന്നാം ലോക യുദ്ധത്തിന്റെ സമയത്ത് സെക്കൻഡ് ഇന്റർനാഷണൽ പൂർണ്ണമായിട്ടും തള്ളിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീട് തേർഡ് ഇന്റർനാഷണൽ, ഒന്നാം ലോക യുദ്ധത്തിന് ശേഷമാണ് തേർഡ് ഇന്റർനാഷണൽ വരുന്നത്. 1930കളിലൊക്കെ ആയിട്ടാണ് ഈ തേർഡ് ഇന്റർനാഷണൽ വരുന്നത്. ജർമ്മനി, ഫ്രാൻസ്, ചൈന തുടങ്ങിയവയൊക്കെ പ്രധാന ശക്തികളായിട്ട് വരികയും ഈ ഇന്റർനാഷണലിനെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തേർഡ് ഇന്റർനാഷണൽ അറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് തേർഡ് ഇന്റർനാഷണൽ? കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈസ്റ്റേൺ യൂറോപ്പിൽ എങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വളർന്നത്? കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ വളർച്ച യൂറോപ്പിൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. രണ്ടാം ലോക യുദ്ധത്തിനും അതിന് ശേഷമെല്ലാം ഈസ്റ്റേൺ യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗങ്ങൾ കൂടുതലായിട്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൂടെ താല്പര്യം കാണിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവിധ രീതികളിൽ അധികാരത്തിലേറുന്ന ഒരു സ്ഥിതിയാണ് പിന്നീട് കാണാൻ സാധിക്കുക. 1945-48 കാലഘട്ടത്തിൽ പോളണ്ട്, ചെക്കോസ്ലോവാക്യ, ബൾഗേറിയ, റൊമാനിയ, ഹംഗറി, യുഗസ്ലോവിയ, അൽബാനിയ തുടങ്ങിയ ഒരുപാട് സ്റ്റേറ്റുകൾ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് ഫോളോ ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട ഒരു ഡൊമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ജർമ്മനി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ജർമ്മനി എന്ന് തരംതിരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈസ്റ്റേൺ പാർട്ടി എപ്പോഴും സോവിയറ്റ് യൂണിയനുമായിട്ട് അടുത്ത് ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കമ്മ്യൂണിസത്തിന് വളരെ മികച്ച ഒരു തേരോട്ടം ലഭിച്ചൊരു കാലഘട്ടമാണ് പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് അധികാരമുള്ള സ്ഥലങ്ങൾ ഒരുപാട് ഫാസിസ്റ്റ് റെസിസ്റ്റൻസ് മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ഇപ്പൊ പല രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും അടിമയാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. അത്തരത്തിലുള്ള രാജ്യങ്ങളെ മോചിപ്പിക്കുക എന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഗ്രീസിലുണ്ടായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ അധിനിവേശം അത് ഒഴിപ്പിച്ചെടുത്തുകൊണ്ട് ഗ്രീക്സിനെ മോചിപ്പിക്കുന്ന ഒരു പ്രവർത്തനമല്ല ഇവര് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ യൂറോപ്പിൽ ഇവര് നടത്തിയിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് ഇതിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ഇനി ചൈനയിലും ഇത്തരത്തില് കമ്മ്യൂണിസ്റ്റ് ആശയം വളരുകയും ചൈനയും ഒരു റെവല്യൂഷനിലൂടെയാണ് ചൈനീസ് റെവല്യൂഷനിലൂടെയാണ് അവരും മുന്നേറി വന്നിട്ടൊക്കെ ഉള്ളത്. ചൈനയില് ഈ ചൈനീസ് റെവല്യൂഷണറി ലീഗ് എന്ന് പറയുന്നൊരു ലീഗ് സൺ എറ്റ്സാന്റെ നേതൃത്വത്തിൽ തുടങ്ങുന്നതോട് കൂടിയിട്ടാണ് ചൈനയിൽ ഈ ഒരു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരാനും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വളരാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ചൈനീസ് റെവല്യൂഷന് തുടക്കം കുറിക്കുന്നത് സൺ എറ്റ്സാന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് റെവല്യൂഷണറി ലീഗാണ്. അവിടെ ഉണ്ടായിരുന്ന മഞ്ചു വംശത്തിനെ പുറത്താക്കിക്കൊണ്ടാണ് ഈ ചൈനീസ് റെവല്യൂഷണറി ലീഗ് മുന്നേറുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ
എന്താ പറയുക അവിടുത്തെ ഉണ്ടായിരുന്ന ഭരണത്തിലുള്ള പോരായ്മകളൊക്കെ മറികടന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. 1911 ഇവരുടെ പ്രവർത്തനങ്ങൾ വരുന്നത്. നമുക്കറിയാം ചൈനയിൽ പല തവണയായിട്ട് ജപ്പാൻ കയറിയിട്ട് കോളനി ആക്കാനും ജപ്പാൻ കയറി ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ അക്കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് 2 ഗവൺമെന്റാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഗുവാമിൻഡാങ്ങിന്റെ നേതൃത്വത്തിലുള്ള കാന്റോൺ ക്യാപിറ്റൽ ആക്കിക്കൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു. ഗുവാമിൻഡാങ്ങിന്റെ നേതൃത്വത്തിൽ കാന്റോൺ ക്യാപിറ്റൽ ആക്കിക്കൊണ്ട്. മറ്റൊരു ഭരണം എന്ന് പറയുന്നത് മിലിറ്ററി ഭരണമായിരുന്നു. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് 1921 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന രൂപീകരിക്കുന്നത് 1921 അതിനുശേഷമാണ് ചൈനയിൽ റവല്യൂഷണറി മൂവ്മെന്റ്സും കാര്യമായിട്ട് നടത്താൻ തുടങ്ങുന്നത്. ഇതിനിടയ്ക്ക് ചൈനയിൽ ഒരു സിവിൽ വാർ ഉണ്ടാവുന്നുണ്ട്. പൊളിറ്റിക്കൽ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് ചൈനയിൽ ഒരു സിവിൽ വാർ ഉണ്ടാവുന്നുണ്ട്. അവിടുത്തെ വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ, തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ പെസൻ മൂവ്മെന്റ്സ് ഒക്കെ ആയിട്ടാണ് ഈ സിവിൽ വാർ ബ്രോക്ക് ഔട്ട് ആവുന്നത്. പക്ഷേ ഈ സിവിൽ വാറിന്റെ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതിനെ ഏകീകരിച്ചുകൊണ്ട് ഒരു റെവല്യൂഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ചൈനീസിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ പലതായിട്ട് ചിതറിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത്. അവർക്ക് അവിടുത്തെ മിലിറ്ററി ആർമീനെ നേരിടാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല എന്നാണ് കണക്കാക്കുന്നത്. നമ്മുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായിട്ട് ഈ ഒരു സിവിൽ വാറിനെ ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് റഷ്യൻ, ജപ്പാന്റെ ഒരു വരവും ചൈനയുടെ മേൽ അധിനിവേശം സ്ഥാപിക്കലൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജപ്പാനെതിരെ ചൈനക്കാരെ യുണൈറ്റ് ചെയ്യിച്ചുകൊണ്ടൊരു മുന്നേറ്റം നടത്താനും സാധിച്ചിട്ടില്ല. പക്ഷെ 1937 ശേഷം മാവോന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ജോയിന്റ് അലയൻസ് ആക്കിയിട്ട്, ഒരു ജോയിന്റ് ആലി ആക്കിക്കൊണ്ട് ജപ്പാനെതിരെ മുന്നേറാൻ ചൈനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലാണ് ചൈനയിൽ സിവിൽ വാർ നടന്നിട്ടുണ്ടായിരുന്നത്. ചൈനയിൽ സിവിൽ വാറും ജപ്പാനെതിരായിട്ടുള്ള യുദ്ധങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ജപ്പാൻ ഇൻവേഷനെ എതിർക്കാൻ വേണ്ടിയിട്ട് USA ആവശ്യമായ രീതിയിലുള്ള സഹായങ്ങൾ ചൈനയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള സഹായങ്ങൾ 2ാം ലോകയുദ്ധ സമയത്തൊക്കെ US ജപ്പാനെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് ചൈനയ്ക്ക് ഒരുപാട് മിലിറ്ററി സഹായങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1949 ചൈന ഒരു സ്വതന്ത്ര രാജ്യമായതിനു ശേഷം, അവിടുത്തെ സിവിൽ വാർ എല്ലാം ഒതുങ്ങി ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്ര രാജ്യമായതിനു ശേഷം USA മുന്നോട്ട് വെച്ചിട്ടുള്ള സകല ഓഫറുകളും നിരാകരിക്കുകയും ഒറ്റയ്ക്കൊരു രാജ്യമായിട്ട് നിൽക്കാൻ അവർ ആഗ്രഹിക്കുക, അങ്ങനെ നിന്നിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ചൈന എന്ന് പറയുന്നത്. അവിടെ ഫോം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ചൈനനെ അറിയപ്പെടുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നായിരുന്നു. അപ്പം ഇത്തരത്തിലാണ് ചൈനയിലെ ഒരു സിവിൽ വാറും അവരുടെ ഒരു പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് വരുന്നത്. അടുത്തത് കൊറിയ എന്ന് പറഞ്ഞാൽ, കൊറിയ ആദ്യകാലങ്ങളിൽ ജപ്പാന്റെ ഒരു അധിനിവേശമുള്ള സ്ഥലമായിരുന്നു. ഈ ജപ്പാൻ അധിനിവേശം ഇല്ലാതാക്കിക്കൊണ്ട് എതിരെ കൊറിയനെ ലിബറേറ്റ് ചെയ്യിക്കാൻ, സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, കമ്മ്യൂണിസ്റ്റ് ലീഡറാണ് കിം രണ്ടാമനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ. അദ്ദേഹമായിരുന്നു കൊറിയനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ കൊറിയനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഇടയ്ക്കാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്നതാണ് കൊറിയനെ 2ആയിട്ട് വിഭജിക്കണം, നോർത്ത് ആൻഡ് സൗത്ത് ആയിട്ട് വിഭജിക്കണം എന്ന ആശയം അമേരിക്ക മുന്നോട്ട് വെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊറിയ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്നിങ്ങനെ 2ആയിട്ട് വിഭജിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിഭജിക്കപ്പെട്ടപ്പോൾ നോർത്ത് കൊറിയയുടെ മീതെ സോവിയറ്റ് റഷ്യക്ക് സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സോവിയറ്റ് റഷ്യക്ക് അന്ന് കൊറിയയുടെ മീതെ ആധിപത്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊറിയയുടെ അവർ ഉണ്ടായിരുന്നു. അപ്പൊ സോവിയറ്റ് റഷ്യ, സ്റ്റാലിൻ അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള സോവിയറ്റിന്റെ ട്രൂപ്സിനെയൊക്കെ പിൻവലിക്കുകയും അവരെ സ്വതന്ത്രമാക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർത്ത് കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിട്ട് അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ചൈനയ്ക്ക് മുമ്പേ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് നോർത്ത് കൊറിയ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോർത്ത് കൊറിയ അത്തരത്തിലൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് മുന്നേറുന്ന സമയത്താണ് സൗത്ത് കൊറിയന്റെ മീതെ USA ഈ ഒരു സമയത്ത് USA
സൗത്ത് കൊറിയയിൽ ആധിപത്യം സ്ഥാപിച്ച് തന്നെ മുന്നേറുന്നുണ്ടായിരുന്നു. US ട്രൂപ്സ് ഒക്കെ അപ്പോഴും സൗത്ത് കൊറിയയിൽ ഉണ്ടായിരുന്നു. ആ സൗത്ത് കൊറിയയുടെ US നേതൃത്വത്തിൽ സൗത്ത് കൊറിയ നോർത്ത് കൊറിയനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തി 1950. അപ്പം സൗത്ത് കൊറിയ വിത്ത് ദ ഹെൽപ്പ് ഓഫ് USA എന്നതിന് വരുന്ന എല്ലാ സഹായം ചെയ്തത് നോർത്ത് കൊറിയനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി. നോർത്ത് കൊറിയയിൽ വളരെ മോശമായ രീതിയിലുള്ള ബോംബ് ബ്ലാസ്റ്റിംഗ് ഒക്കെയാണ് അന്ന് US നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ 2ാം ലോക യുദ്ധത്തിൽ ജപ്പാനെ തകർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ബോംബുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നോർത്ത് കൊറിയനെ തകർക്കാൻ വേണ്ടിയിട്ടും USA സൗത്തേൺ കൊറിയയും കൂടെ ചേർന്നുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നോർത്ത് കൊറിയ വളരെ ശക്തമായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നെ നോർത്ത് കൊറിയയ്ക്ക് USSRന്റെ സോവിയറ്റ് റഷ്യന്റെ എല്ലാവിധ സപ്പോർട്ടും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർത്ത് കൊറിയ ഒട്ടും പതറാതെ പിടിച്ചു നിന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് US ട്രൂപ്സിനെ മൊത്തത്തിൽ അവിടെ നിന്ന് തുരത്താൻ സാധിക്കുകയും നോർത്ത് കൊറിയ സ്റ്റിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് നിലനിൽക്കുകയാണ് ചെയ്തത്. അതാണ് നോർത്ത് കൊറിയയുടെ കമ്മ്യൂണിസം എങ്ങനെയാണ് വളരുന്നത്. മറ്റൊന്നാണ് വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ ഈ സ്ഥലങ്ങളെയൊക്കെ ഇന്തോ ചൈന എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള സംഘടനയാണ് റെവല്യൂഷണറി യൂത്ത് ലീഗ്. വിയറ്റ്നാമിലെ സംഘടനയാണ് റെവല്യൂഷണറി യൂത്ത് ലീഗ്. ഇവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഹോച്ചിമിൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് റെവല്യൂഷണറി യൂത്ത് ലീഗ് ഡെവലപ്പ് ചെയ്യുന്നതും കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പായിരുന്നു അത്. ഇതിനെ വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. അത് പിന്നീട് അറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്തോ ചൈന എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിയറ്റ്നാം ഇവരും ആദ്യകാലങ്ങളിൽ ജപ്പാന്റെ നിയന്ത്രണത്തിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ജപ്പാൻ നിയന്ത്രണത്തിലാണ് ഈ വിയറ്റ്നാം പ്രദേശങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. വിയറ്റ്നാമിന്റെ സ്വാതന്ത്ര്യം 1945 മുന്നോട്ട് വയ്ക്കുന്നത്. 1945 വിയറ്റ്നാം സ്വതന്ത്രമാവുന്ന സമയത്ത് അവരൊരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് ഫോളോ ചെയ്തിരുന്നത്. ഹോച്ചിമിൻ്റെ ഒക്കെ ഒരു നേതൃത്വത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അന്നത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ആന്റി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് വികാരം ഉയർത്തുക എന്നത് USA പ്രധാനപ്പെട്ട ഒരു തത്വമായിരുന്നു. അപ്പോൾ വിയറ്റ്നാം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് ഉയർന്നു വരുന്ന സമയത്ത് അതിനെ വിയറ്റ്നാം തകർക്കാൻ വേണ്ടി USA മാക്സിമം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് USA വിയറ്റ്നാമും തമ്മിൽ വിയറ്റ്നാം US യുദ്ധം നടക്കുന്നത്. വിയറ്റ്നാം വളരെ ചെറിയ രാജ്യമായിട്ട് തന്നെ USA വിചാരിച്ചു പെട്ടെന്ന് തോൽപ്പിക്കാമെന്ന് വിചാരിച്ച വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു യുദ്ധമായിരുന്നു USA വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ആന്റി കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും കൂട്ടിച്ചേർക്കാനും USA ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിയറ്റ്നാമിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് വിയറ്റ്നാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക മാക്സിമം ബോംബ് ബ്ലാസ്റ്റിങ്ങും സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വലിയ ബോംബുകളും ഒക്കെ കൊടുന്ന് ഇതാക്കിയിട്ട് വിയറ്റ്നാമിനെ ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ 1967 USA നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം വിയറ്റ്നാം അതിജീവിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് 58,000 US സോൾജേഴ്സ് മരിച്ചു, 3 ലക്ഷത്തോളം പേര് വൂണ്ടഡ് ആവുകയൊക്കെ ചെയ്തു. അങ്ങനെ വിയറ്റ്നാം ഒരു യുണൈറ്റഡ് രാജ്യമായിട്ട് വിജയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ USക്കെതിരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ടൊരു മാസ്സായിട്ടുള്ള ഓപ്പറേഷനാണ് ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ടാണ് USA തോറ്റുപോയത്. USA വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നടത്തിയ യുദ്ധവും എന്നാൽ പെട്ടെന്ന് തന്നെ തോറ്റുപോയ ഒന്നാണ് വിയറ്റ്നാമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് കംബോഡിയയും ലാവോസും. ഈ വിയറ്റ്നാമിൽ ഉണ്ടായിട്ടുള്ള ബോംബ് ബ്ലാസ്റ്റിങ്ങും സംഭവമൊക്കെ ഈ കംബോഡിയയിലെ ഭരണകൂടത്തിനും വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു അന്തരീക്ഷം വളരെ മോശമാകുന്ന ഒരു സ്ഥിതിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് 1979 കംബോഡിയ ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് ഉയർന്നു വരുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. 1970 കംബോഡിയയുടെ ഭരണകൂടം വളരെ മോശമായിരുന്നു. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിയറ്റ്നാം വാറിന്റെ ബാക്കി ഭാഗങ്ങൾ അവിടെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നല്ല ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ട് 1979 കംബോഡിയ മാറി. ദെൻ അടുത്ത ഒന്നാണ് ലാവോസ് എന്ന് പറയുന്ന രാജ്യം. അത് 1975 ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് വരികയാണ്. പാത്തറ്റ് ലാവോ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാത്തറ്റ് ലാവോയുടെ അതിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് 1975 വരികയാണ്. അങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിസം പല രാജ്യങ്ങളിൽ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഈസ്റ്റേൺ ഭാഗങ്ങളിലൊക്കെ പ്രചരിച്ച് വരുന്നത്. ഓക്കെ, ചൈന പറഞ്ഞു, കൊറിയ പറഞ്ഞു, ദെൻ യൂറോപ്പ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു.
ദെൻ വിയറ്റ്നാം, ലാവോസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ യൂറോപ്പ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈസ്റ്റിലേക്ക്, അപ്പോൾ വെസ്റ്റിലും ഈസ്റ്റിലും ലോകത്തിൻ്റെ വെസ്റ്റേൺ പാർട്സും ഈസ്റ്റേൺ പാർട്സും ഒക്കെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനി മറ്റൊന്നാണ് ലാറ്റിൻ അമേരിക്കയിൽ. ലാറ്റിൻ അമേരിക്കയിലും ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്ക, സദേൺ അമേരിക്ക, സെൻട്രൽ അമേരിക്ക, കരീബിയൻ ഐലാൻഡ്സ്, ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. നമുക്കറിയാം USA എന്നും സൗത്ത് അമേരിക്കേനെ അവരുടെ ഒരു കാൽച്ചോട്ടിൽ നിർത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗത്ത് അമേരിക്കയ്ക്ക് ഈ ഒരു സ്വാതന്ത്ര്യ സമര മൂവ്മെന്റ്സ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഒരുപാട് കാലം സ്പെയിനിന്റെ കീഴിലാണ് ഈ ഒരു ലാറ്റിൻ അമേരിക്ക നിന്നിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് സ്പാനിഷ് കോളനി ആയിട്ട് നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു. അതോടൊപ്പം തന്നെ US അധിനിവേശവും പിന്നീട് അവിടെ ഉണ്ടായിട്ടുണ്ട്. ക്യൂബ, ബ്രസീല്, പിന്നെ ചില്ലി, അങ്ങനെ പനാമ, ഒരുപാട് രാജ്യങ്ങളിൽ ലാറ്റിൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ കോൾഡ് വാറും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഈ ലിബറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ദെൻ ലാറ്റിൻ അമേരിക്കയിൽ ഒരു പ്രധാനപ്പെട്ട ഇതാണ് ക്യൂബ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ക്യൂബ. ഒരു സ്പാനിഷ് കോളനിയാണ്. സ്പെയിനിന്റെ ഒരു കോളനി ആയിരുന്നു ക്യൂബ എന്ന് പറയുന്നത്. അവിടെ നിലനിന്ന ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഭരണകൂടമായിരുന്നു അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. കറപ്ഷൻ, വളരെ മോശമായിട്ടുള്ള ഒരു ഭരണകൂടം. ബാറ്റിസ്റ്റയുടെ നേതൃത്വത്തിൽ, അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ബാറ്റിസ്റ്റ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1952 കാലഘട്ടത്തിലൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ഭരണസ്ഥിതിയാണ് അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഭരണകൂടത്തിനെതിരെ സമരരംഗത്തേക്ക് വന്ന ആളായിരുന്നു ഫിദൽ കാസ്ട്രോ. ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലാണ് ക്യൂബ ബാറ്റിസ്റ്റനെ നേരിടുകയും ചെയ്തിട്ടുള്ളത്. ലോകം കണ്ടതിൽ വെച്ച് ഗറില്ല യുദ്ധങ്ങൾ, ഒളിഞ്ഞിരുന്നുകൊണ്ട് ഒളിപ്പോരുകൾ വളരെ സമർത്ഥമായിട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ക്യൂബ എന്ന് പറയുന്നത്. 1958 ബാറ്റിസ്റ്റനെ പൂർണ്ണമായിട്ടും പുറത്താക്കിക്കൊണ്ട് ഫിദൽ കാസ്ട്രോയുടെ ഭരണകൂടം വരികയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ചെഗ്വേരയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ചെഗ്വേരയുടെ നേതൃത്വത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ, എന്താ പറയുക, പ്രധാനപ്പെട്ട യാത്രാ മാർഗങ്ങളൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ചെഗ്വേരയും ഫിദൽ കാസ്ട്രോ എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ക്യൂബയുടെ എന്താ പറയുക മോചനത്തിനായിട്ടുള്ള, ബാറ്റിസ്റ്റയുടെ കറപ്റ്റഡ് റൂളിൽ നിന്നുള്ള മോചനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ക്യൂബയിൽ ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ലിബറൽ ഗവൺമെന്റ് സ്ഥാപിക്കുന്നത്. ഇനി ക്യൂബ എന്ന് പറഞ്ഞാൽ അതിനുശേഷം എക്കോണമിക്കലി പെട്ടെന്ന് തന്നെ പിടിച്ചു നിന്നൊരു രാജ്യമാണ്. അങ്ങനെ പെട്ടെന്ന് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള സൗത്ത് അമേരിക്കയിൽ ആ സമയത്ത്, ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളും ആ സമയത്ത് എന്ന് പറഞ്ഞ കോളനിയുടെ ഒരു കോളനിവൽക്കരണം നടത്തിയതിന്റെ ഭാഗമായിട്ടുണ്ടായ ആഘാതങ്ങൾ ഇന്ന് മോചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ക്യൂബേനെ ഒരു ഷുഗർ എക്കോണമി ആയിട്ടാണ് പറഞ്ഞത്. ലോകത്തിന്റെ പഞ്ചാരക്കുടം, അങ്ങനെ എന്തൊരു വാക്ക് ക്യൂബനെ കുറിച്ച് പറയും. ഒരു ഷുഗർ എക്കോണമിയാണ്. പഞ്ചസാരയുടെ ഉൽപ്പന്നവും അതിന്റെ കയറ്റുമതിയൊക്കെ ഉള്ള രാജ്യമാണ്. അങ്ങനെ ആ ഒരു ഗവൺമെന്റ് എക്കോണമിക്കലി പിന്നീട് പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ദെൻ മറ്റൊന്നാണ് ചില്ലി. ചില്ലിയുടെ 1964 ചില്ലിയുടെ ഒരു ലീഡർ ആയിരുന്നു എഡ്വാർഡോ ഫ്രൈ എന്ന് പറഞ്ഞ ലീഡറിന്റെ നേതൃത്വത്തിൽ അവിടെ എന്താ പറയുക, അവിടെ ഡെമോക്രസിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് സോഷ്യൽ റിഫോംസ് ഒക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ചില്ലിയിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ട്. ലീഡർ ഓഫ് ഈ എഡ്വാർഡോ ഫ്രൈ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സിന്റെ ലീഡറായിട്ടാണ് അറിയപ്പെടുന്നത്. 1967 അവിടെ റിഫോം മൂവ്മെന്റ്സ് ഒക്കെ നടക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ്, പിന്നെ പോവർട്ടി, ഇൻഡസ്ട്രീസ് കാരണം ഉണ്ടായിട്ടുള്ള ബാക്ക്വേർഡ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടുണ്ടായിട്ടുള്ള ബാക്ക്വേർഡ്നെസ്, പ്രധാനമായിട്ടും പോവർട്ടി, ജനപ്പെരുപ്പം, ദെൻ തൊഴിലില്ലായ്മ, ഇതൊക്കെയായിരുന്നു ചില്ലി നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെതിരെയാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള തകർച്ച, അതുകൊണ്ട് തന്നെ ഭക്ഷണ സാധനങ്ങൾ കൃത്യമായി എത്താത്ത പ്രശ്നങ്ങൾ, ഇതൊക്കെ അന്ന് ചില്ലി നേരിട്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ചില്ലി അന്ന് റെവല്യൂഷണറി ലെഫ്റ്റ് എന്ന് പറയുന്നൊരു മൂവ്മെന്റിലേക്ക് വരികയാണ് ഉണ്ടായത്. റെവല്യൂഷണറി ലെഫ്റ്റ് അവരുടെ ഒരു ഓർഗനൈസേഷനാണ്. അതിന്റെ നേതൃത്വത്തിൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലാണ് റെവല്യൂഷണറി ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. അതിന്റെ നേതൃത്വത്തിൽ അവര് പോരാടുകയും അങ്ങനെ ചില്ലിയുടെ മോചനത്തിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 1977 ചില്ലിയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുകയും അവിടുത്തെ പ്രസിഡന്റായിട്ട് മത്സരിച്ചിരുന്ന എലൻഡ ഒരുപാട് ഒപ്പോസിഷൻ നേരിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവസാനം അവിടെ
ഒരു മിലിറ്ററി ഫോഴ്സൊക്കെയാണ് പിന്നീട് വരുന്നത്. ഒരു മിലിറ്ററി ഫോഴ്സൊക്കെയാണ് വരുന്നത്. അവിടുത്തെ ലെഫ്റ്റ് വിങ്ങിൽ മിലിറ്ററിക്കാർ അമിതമായിട്ട് കൈയടത്തുകയും അങ്ങനെ അലണ്ടേനെ പൂർണ്ണമായിട്ട്, അലണ്ട എന്ന് പറഞ്ഞ റൂളർ ആത്മഹത്യ ചെയ്താണെന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ലെഫ്റ്റ് വിങ് ലീഡേഴ്സ്, ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നിട്ടുള്ള ലീഡേഴ്സിനെ ഒക്കെ കാണാതാവുകയും അവരൊക്കെ പല രീതിയിൽ കാണാതെയാവുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ചിലി എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഭരണകൂടത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയം പിന്തുടരുന്നവയൊക്കെ പൂർണ്ണമായിട്ടും വേട്ടയാടി ഇല്ലാതാക്കിയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ചിലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു രാജ്യമാണ് ചിലി എന്ന് പറയുന്നത്. ചിലിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എലൻഡെ എന്ന് പറഞ്ഞ റൂളർക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന് എതിരെ ഒരുപാട് എതിർപ്പുകൾ വന്നപ്പോൾ ഒരു ഇലക്ഷൻ നടത്താതെ, പ്രസിഡന്റ് എലൻഡെ ഒരു ഇലക്ഷൻ നടത്താതെ ഇലക്ഷൻ മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഒളിച്ചോട്ടത്തിനെതിരെയായിരുന്നു എന്തായത് അവിടുത്തെ ജനങ്ങൾ രോഷാകുലരായിട്ട് രംഗത്തിറങ്ങിയത്, പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായത്. ഈ പ്രൊട്ടസ്റ്റിനെ അവിടുത്തെ മിലിറ്ററി ട്രൂപ്പ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പായി മാറി മിലിറ്ററി ട്രൂപ്പ് കൈയടക്കുന്നു. അതിന്റെ ജനറൽ പിനോഷെറ്റ് ഈ ഒരു മിലിറ്ററി ഗ്രൂപ്പിന് നേതൃത്വം നൽകുകയും എലൻഡയ്ക്കെതിരെ പ്രസിഡന്റായിട്ടുള്ള എലൻഡയ്ക്കെതിരെ യുദ്ധം നടത്തുകയൊക്കെ ചെയ്യുകയാണ്. അതാണ് ചിലയിൽ ഉണ്ടായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള എന്താ പറയുക, ഈ ഇലക്ഷൻ വൈകിപ്പിക്കൽ കാരണം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ചിലയിൽ ഉണ്ടായിട്ടുള്ളത്. ദെൻ ആഫ്രിക്കൻ സിനാറിയോ എടുത്തു നോക്കുകയാണെങ്കിൽ, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം മോസ്റ്റ് കൺട്രീസിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളികൾ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെ ആഫ്രിക്കയിലും ഉണ്ടായിട്ടുണ്ട്. ആഫ്രിക്കയിൽ ആ സമയത്ത് ഒരുപാട് മാർക്സിസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ അങ്കോള പോർച്ചുഗലിന്റെ ഇൻഫ്ലുവൻസിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. 1975 വരെ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അങ്കോളയിൽ പ്രധാനമായിട്ടും 3 ലിബറേഷൻ മൂവ്മെന്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ 3 ലിബറേഷൻ മൂവ്മെന്റ്സും പരസ്പരം തമ്മിൽ നിരന്തരം കലാപങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത് MPLA എന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പീപ്പിൾസ് മൂവ്മെന്റ് ഫോർ ദി ലിബറേഷൻ ഓഫ് അങ്കോള, MPLA. അടുത്തതാണ് UNTA, നാഷണൽ യൂണിയൻ ഫോർ ദ ടോട്ടൽ ഇൻഡിപെൻഡൻസ് ഓഫ് അങ്കോള, UNTA. വേറെ ഒന്നാണ് FNLA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് അങ്കോള. ഈ 3 മൂവ്മെന്റ്സും തമ്മിൽ നിരന്തരം എന്തുണ്ടാണ്, കലഹങ്ങളാണ്. കാരണം 3 ആശയങ്ങൾ പിന്തുടരുന്നവരായിരിക്കും. അതിൽ തന്നെ ഈ MPLA പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന, മാർക്സിസ്റ്റിനെ നിരാകരിച്ചുകൊണ്ട് FNLA സപ്പോർട്ട് ചെയ്യാനാണ് USA ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ MPLA ഇല്ലാതാക്കിക്കൊണ്ട് FNLA പ്രോത്സാഹിപ്പിക്കാൻ USA ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം ക്യൂബ ഈ മാർക്സിസ്റ്റ് മൂവ്മെന്റ് ആയിട്ടുള്ള MPLA സഹായിച്ചുകൊണ്ട് ട്രൂപ്പുകളെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള USA, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ അങ്കോളയുടെ ഉള്ളിലുള്ള ലിബറേഷൻ മൂവ്മെന്റിൽ ഇടപെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ MPLA ഒരു ഗറില്ല മോഡ് ഓഫ് യുദ്ധമാണ് അവിടെ പറയുന്നത്. ഗറില്ല വാർഫെയർ ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത് മാർക്സിസ്റ്റ് ഇതിന്റെ അടിസ്ഥാനത്തിൽ, ക്യൂബയുടെ എല്ലാവിധ സഹായത്തോടും കൂടിയിട്ട്. അങ്ങനെ 1998 യുണൈറ്റഡ് നേഷൻസ് ഒരു സമാധാന ചർച്ച കൊണ്ടുവരികയും അതിന്റെ ഭാഗമായിട്ട് അമേരിക്കയും ക്യൂബയും തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്യൂബ 50,000-ൽ പരം വരുന്നവരെ പിൻവലിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. നമീബിയ ഇൻഡിപെൻഡന്റ് ആകുന്നത് സാം നുജോമയുടെ നേതൃത്വത്തിലാണ്. അങ്ങനെ ആണ് ഈ MPLA എന്നുള്ള സംഘടനത്തിന് ശേഷം നിർത്തലാക്കുകയും ക്യൂബ പൂർണ്ണമായിട്ടും തന്റെ ട്രൂപ്സിനെയൊക്കെ അവിടുന്ന് വിഡ്രോ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. ദെൻ മറ്റൊരു ഇതാണ് എത്യോപ്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതൊരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് ഹെയ്ലെ സെലാസിയുടെ റൂളറാണ്. എത്യോപ്യ ഒരു ഇൻഡിപെൻഡന്റ് നാഷനായിട്ട് വരുന്നത് 1930 അതങ്ങനെ വരുന്നത്. പക്ഷെ ഈ സെലാസിയുടെ റൂളിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ഈ പോരായ്മകൾ കാരണം അവിടെ പോവർട്ടി, ദാരിദ്ര്യം കൂടി, അതുപോലെ തന്നെ ജനങ്ങൾ പൊതുവെ ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഫാമിൻ, ഒട്ടും ഭക്ഷണങ്ങളില്ലാത്ത വരൾച്ച, അങ്ങനത്തെ പോവർട്ടി, അങ്ങനത്തെ ഇതൊക്കെ കൂടി വരുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. വളരെ പോവർട്ടി നേരിടുന്ന സമയമായപ്പോൾ അവർ ഈ റൂളിനെതിരെ രംഗത്തേക്ക് വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെ മേജർ മെഞ്ചിസ്റ്റുവിന്റെ നേതൃത്വത്തിൽ മെഞ്ചിസ്റ്റുവിന്റെ നേതൃത്വത്തിൽ 1974 പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരികയാണ്. അതേ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജി, മാർക്സിസ്റ്റ് പ്രിൻസിപ്പിൾസ് പിന്തുടരുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്തൊരു റൂളറായിരുന്നു മെഞ്ചിസ്റ്റു എന്ന് പറയുന്നത്. പക്ഷെ 1984-85
എന്താ പറയുക, അവിടെ ഒരുപാട് എഗ്രികൾച്ചർ പോളിസീസിൽ ഒരുപാട് പോരായ്മകളൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഞ്ചിസ്റ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള റൂളിംഗ് വന്നിട്ടും അവിടെ മുൻപുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മറികടക്കാൻ എത്യോപ്യയ്ക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ മെഞ്ചിസ്റ്റുവിൻ്റെ മാർക്സിയൻ പോളിസിക്ക് എത്യോപ്യനെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ മെഞ്ചിസ്റ്റു തന്നെ സമ്മതിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ഒക്കെ ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് മെഞ്ചിസ്റ്റുവിനെ സിംബാബ്വേയിലേക്ക് മെഞ്ചിസ്റ്റു പോവുക, അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് സിംബാബ്വേയിലേക്ക് പോവുകയും അവിടെ ഒരു സിവിൽ വാർ ഉണ്ടാവുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിനുശേഷം പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരികയും ആ പുതിയ ഗവൺമെൻറ് സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് വെച്ചുകൊണ്ട് തന്നെ ജനാധിപത്യ ഭരണകൂടം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എത്യോപ്യയിൽ ഒരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ, യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ. ഇതൊരു വലിയ യൂണിറ്റാണ്, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഷ്യലിസ്റ്റ് ഐഡിയോളജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, സോഷ്യലിസം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ട ഒരു ആശയമാണ്. പ്രധാനപ്പെട്ട സ്കോളേഴ്സും എല്ലാവരും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും വളരെ കുറച്ച് പേരെങ്കിലും മാർക്സ്, റോബർട്ട് ഓവൻ ഇവരെയൊക്കെ നിർബന്ധമായിട്ടും മനസ്സിലാക്കി പഠിച്ചിരിക്കണം. അതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ദെൻ സോഷ്യലിസം, റഷ്യയും ചൈന ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റഷ്യ പിന്നീട് ഒരു വലിയ ശക്തിയായിട്ടൊക്കെ ഉയർന്നു വരുന്ന സ്ഥിതിയാണ്. USSR എന്ന് പറഞ്ഞ ശക്തിയായിട്ട് ഉയർന്നു വരികയാണ്. അപ്പോൾ 1917 റഷ്യൻ റെവല്യൂഷൻ, ദെൻ 1924 സമയത്ത് ഉണ്ടായിട്ടുള്ള ചൈനീസ് റിബല്യൻസ്, ചൈന എങ്ങനെ ഒരു ഇതായി മാറി, നോർത്ത് കൊറിയയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു, ദെൻ വിയറ്റ്നാം US യുദ്ധങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ക്യൂബൻ യുദ്ധങ്ങൾ ഒക്കെ വളരെ ചുരുങ്ങിയതിൽ പഠിക്കാനുള്ള, വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഹിസ്റ്ററി ഇല്ല ഇതിൽ. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഡെമോക്രാറ്റിക് ആശയങ്ങളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് വന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആശയം, ഇമ്പീരിയലിസം എന്ന് പറയുന്ന ആശയങ്ങൾക്ക് ബദലായിട്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വന്നതിനെ കുറിച്ചുള്ളൊരു ഹിസ്റ്ററിയാണ് നമ്മളിതിൽ പറഞ്ഞുകൊണ്ട് പോയത്. പല രാജ്യങ്ങളിലും അവസാനം ആഫ്രിക്കൻ രാജ്യങ്ങൾ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. ഈ യൂണിറ്റിൽ ഇതാണ് സോഷ്യലിസം എന്ന് പറയുന്ന, സോഷ്യലിസ്റ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.